ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോണൊക്കെ വാങ്ങിയതിന് ശേഷം ഒരു വ്ളോഗോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഫോണിൽ തന്നെ ഇന്നത്തെ വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് തുടങ്ങാം. ഞാനിന്ന് രാവിലെ ഒരു 10:30 ആയപ്പോൾ എണീറ്റു. കുറച്ച് നേരം എണീറ്റിട്ട് ഞാൻ മുടി എന്നിട്ട് നമ്മൾ രാത്രി കെട്ടി വെച്ച രീതിയിൽ മെടഞ്ഞിട്ടെടുക്കുമായിരുന്നു. അത് ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ എടുത്ത് ക്ലിപ്പ് ചെയ്തിട്ടുള്ളൂ. നല്ല കെട്ടുണ്ട്. അപ്പോൾ ഫുൾ ആ ഒരു ജട നമുക്ക് തീർക്കണം. അത് തീർത്തിട്ട് കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ മുടി കൊഴിയും. നല്ലോണം കൊഴിയുന്നുണ്ട്, അത് വേറെ സൈഡ്. ഓക്കെ, പിന്നെന്താ, പിന്നെ ഇന്ന് നമുക്ക് ഉള്ള പരിപാടി, എനിക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ട്. ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ലുക്കിൽ തന്നെ നമുക്ക് റീൽസും കൂടെ എടുക്കാമല്ലോ. അപ്പോൾ കഴിഞ്ഞിട്ട് ഇന്ന് പുറത്തും കൂടെ പോകാനുണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങണമെന്നും പറയുന്നുണ്ട്. മീനോ എന്തോ, ബീച്ചിൽ പോയിട്ട് മീൻ വാങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ പോവും ഇന്ന്, ചിലപ്പോൾ ഇന്ന് പോവില്ല. അതൊക്കെ നമ്മളെ ഇന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് എൻ്റെ മുടിയിലത്തെ കെട്ടൊക്കെ ഒന്ന് തീർത്ത് നല്ല നീറ്റായിട്ട് വരാം. അപ്പോൾ മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മുടി മെടയുമ്പോൾ കുറച്ച് സിറം അപ്ലൈ ചെയ്തിട്ടായിരുന്നു മെടഞ്ഞത്. അതുകൊണ്ട് കെട്ട് കുറവായിരുന്നു. ഇവിടെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കെട്ട് കുറവായിരുന്നു. നല്ല ചൂടെടുക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് മുഖത്ത് എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഇടണമെന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും, പക്ഷെ പറ്റാറില്ല. നമുക്ക് നോക്കാം ഇന്ന് പറ്റുമില്ലയോന്ന്. സോ ഗൈസ്, മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചപ്പോൾ ഒരു ആശ്വാസമായി. ഇനി ഞാൻ പോയി കുളിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ചിലപ്പോൾ പുറത്തു പോകും. പിന്നെ ഇന്ന് നീലുന് റീൽസ് എടുക്കാനുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഇന്ന് എടുക്കണം വൈകുന്നേരം. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുള്ളൂ സമയം. പക്ഷേ കുളിച്ചാലല്ല അപ്പോഴേക്കും മുടിയൊക്കെ ഒന്ന് ഉണങ്ങുള്ളൂ. അപ്പം എന്താ ഇവിടെ ഒരു പാട് തെറ്റിന്ന്, അത് ഓരോ സമയത്ത് വരുന്നതാണ്. മൈൻഡ് ചെയ്യണ്ട. നമ്മളെന്തെങ്കിലുമൊക്കെ ഓവറായിട്ട് കെയർ ചെയ്യാൻ പോയി പിന്നെ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഗൈസ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഫുൾ സെറ്റായി. തലയിൽ ഇതിങ്ങനെ തോർത്തിങ്ങനെ വെച്ചില്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടില്ല. എന്തോ മുടി ഉണങ്ങാത്തൊരു ഫീല് വരും. പിന്നെ സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല. മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ കൈമി മോയ്സ്ചറൈസർ ഇട്ടു, കാലുമി ഇട്ടു, അത്ര തന്നെ. ഇതെന്തോ പാട് തന്നെയാണ് കേട്ടോ. ആ ഒരു ഭാഗം എൻ്റെ ഡാർക്ക് സർക്കിൾസ് കൂടി വരുന്നു ഗൈസ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇഫ് യു ഗൈസ് നോ എനി ടിപ്സ് എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ നഴ്സും നീല അവിടെ TV കാണുകയാണ്. നമുക്ക് എന്തെങ്കിലും അവിടെ കുറച്ച് നേരം പോയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് അഴിക്കാം, എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആസ് ഓൾവേസ് ഇവിടെ കൂടുതലും വെക്കാറുള്ളത് പുല്ലൂത്തിയാണ്. അപ്പോൾ അത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നഴ്സാണ് കേട്ടോ TV കൺട്രോളർ. എപ്പോഴും അവൾ തന്നെയാണ് TV വെക്കാറുള്ളത്. പിന്നെ എനിക്ക് പോയി വിശന്നപ്പോൾ ഞാൻ വേഗം പോയി ഫുഡ് എടുത്ത് കഴിച്ചു. ഇത് പരിപ്പും ചീരയും കൂടെയുള്ള ഒരു കറി, പിന്നെ ചിക്കൻ വറുത്തത്, പിന്നെ ഒരു പുതിയ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഫുഡിലേക്ക് അച്ചാർ ഉണ്ടെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എന്ത് കഴിക്കാനും. ചിക്കൻ വറുത്തത് ഞാൻ അധികം ഓവറായിട്ടൊന്നും കഴിക്കാറില്ല. ആകെ 2 പീസേ എടുത്തിട്ടുള്ളൂ. അതിലധികം മാംസം കുറവാണ്. അപ്പം ഞാൻ കഴിക്കാതിരിക്കുമ്പോഴേക്കും അമ്മ ഓൾറെഡി കഴിച്ച് തീരാനായിട്ടുണ്ടായിരുന്നു. അമ്മേനെ കാണിക്കല്ലേ പറഞ്ഞ് കസേര നീക്കിയിട്ടതായിരുന്നു. അമ്പടി അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഭവം തിരിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ അച്ചാറിൽ മാങ്ങച്ചാറായിരുന്നു അത്. അപ്പോൾ അതിലൊരു 3-4 കഷ്ണമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ പൊക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ കുപ്പിയോടക്കിന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വെറുതെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മ തന്നെ കഴിക്കുന്നുണ്ട്. വെറുതെ പ്ലേറ്റിൽ വയ്ക്കുകയല്ല, എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ നാരങ്ങാച്ചാറ് വാങ്ങാറ്, പ്രാവശ്യം മാറ്റി പിടിച്ചതാണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിലാണ് പപ്പടം എടുക്കാൻ വേണ്ടി മറന്നത്. അപ്പോഴും ദേ അച്ചാർ എടുത്തോണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അത് കാണുന്നത്. അപ്പം ഞാൻ പോയിട്ട് പപ്പടമൊക്കെ എടുത്തിട്ട് വന്നു. അത് എടുത്തില്ലെങ്കിൽ അത് കൂട്ടി കഴിച്ചില്ലെങ്കിൽ ടേസ്റ്റ് എന്തോ ഒരു കംപ്ലീറ്റ് ആവാത്ത ഫീലാണ്. പിന്നെ പരിപ്പും എന്താ ചീരയായിരുന്നു. അപ്പം ആ കറി അത്ര അടിപൊളി ടേസ്റ്റുള്ള കറിയല്ല, കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അച്ചാറുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ TV കാണാൻ വന്നിരുന്നു. TVയുടെ ഗ്ലിച്ച് ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രൈപ്പോഡിലാണ് വീഡിയോ എടുക്കുക. ട്രൈപ്പോഡിൻ്റെ ദയനീയമായ അവസ്ഥയാണ്. പുതിയത് വാങ്ങാനായിട്ടുണ്ട്, കുറേ ആയി വാങ്ങാറായിട്ട്. ഇതുവരെ നല്ലൊരു ട്രൈപ്പോഡ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കിട്ടിയിട്ടില്ല, അതാണ് വാങ്ങാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ ബാക്ക്ഗ്രൗണ്ട്. ഇത് കുറച്ചായിട്ടുള്ളതാണ് ഇവിടെ, പക്ഷെ നമ്മളിന്ന് ഇവിടെ വെച്ചിട്ട് മണ്ണെടുക്കാൻ പോകുന്നു. ഒരു പച്ചപ്പായിക്കോട്ടെ. അപ്പൊ ഗൈസ് ഇത് കയ്യുമ്പോ എന്തൊക്കെയോ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്താ ഒപ്പിച്ചതെന്ന് പറ. ഓക്കെ വായോ.
അപ്പോൾ ഋതുവിൻ്റെ കലാവിരുത് കൈമയും കാലുമയും ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു കാലുമത്തെ കളയണ്ടാന്ന്, കാലുമത്തെ ആരും കാണില്ല, പക്ഷെ കൈമത്തെ കളയണം പറഞ്ഞു. അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് റിമൂവർ ഇട്ട് ഉരച്ചത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ മുമ്പിട്ട് നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, അതിൻ്റെ മേലിൽ കൂടി ഇതും ഒക്കെ കൂടെ ഭയങ്കര പണിയായിരുന്നു കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എനിക്ക് എടുക്കാനുള്ള വീഡിയോ ഒക്കെ എടുത്ത് തീർത്തു കേട്ടോ. എനിക്കാണെങ്കിൽ ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചപ്പോൾ തന്നെ ഒരു ആശ്വാസമായിട്ടോ. അത് കഴിഞ്ഞ് നീലുവിന് ഇന്ന് റീൽസ് എടുക്കാനുണ്ടായിരുന്നു. അതിനുള്ള ഒരുക്കാണ് നിങ്ങൾ കാണുന്നത്. അനന്തഭദ്രം സിനിമയിൽ ഭദ്രയുടെ ക്യാരക്ടർ അല്ല, ആ ഒരു ലുക്കാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ണൊക്കെ ഞാൻ എഴുതി കൊടുത്തു കേട്ടോ. പക്ഷെ കണ്ണിൻ്റെ താഴെ അവൾക്ക് ഒന്നുകൂടെ ഡാർക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ സ്വന്തമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു വലിയൊരു വട്ടപ്പൊട്ടൊക്കെ ഇട്ടു. നീലുവിന് പിന്നെ വട്ടപ്പൊട്ട് ഇടുമ്പോൾ ഒരു ഓക്വേർഡ് ഫീൽ ഉണ്ടാവില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇടാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വൈഡ് ആംഗിൾ എടുത്തപ്പോൾ എന്തോ മാതിരിയായിരുന്നു മുഖം കാണാൻ. പിന്നെ ഞാൻ ചന്ദനൊക്കെ ഇട്ട് കൊടുത്തു. അത് ഞാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഏകദേശം അവളുടെ ഷെയ്ഡ് ഫൗണ്ടേഷൻ ആയിരുന്നു, അതുകൊണ്ട് ഇട്ടു എന്ന് തന്നെ അറിയുന്നില്ല അധികം. പിന്നെ ഒരു റെഡ് കുങ്കുമം ഉണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ആ ഫോട്ടോയിലൊക്കെ കണ്ടത്. സെയിം ലുക്കല്ല റീക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷെ ഒരു ഉണ്ടക്കണ്ണൊക്കെയാണല്ലോ. അപ്പോൾ അതുപോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നീലുവിൻ്റെ സൈഡ് പാർട്ടീഷൻ എടുത്ത് നോക്കി, പക്ഷെ അതൊട്ടും വൃത്തിയാവുന്നില്ല അവൾക്ക്. അപ്പോൾ അത് വേണ്ടാന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ഇട്ടിട്ടുള്ള ടോപ്പ് എൻ്റെയാണ് ആക്ച്വലി, പക്ഷെ എനിക്കത് അത്യാവശ്യം ടൈറ്റായി, അവൾക്കും അത് ടൈറ്റ് ആയിരുന്നു. കൈൻ്റെ അവിടെ ടൈറ്റ് ആയിരുന്നു കേട്ടോ കുറച്ച്. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ത്തിക്കൊന്നും കാണില്ല എന്നറിയാമായിരുന്നു ഞങ്ങൾക്ക്. ജസ്റ്റ് ടോപ്പിൻ്റെ ആ ഒരു ഭാഗം തന്നെ കാണുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മളിത് സെറ്റ് മുണ്ടിൻ്റെ, ഞാൻ അന്ന് പരീക്ഷിച്ച സെറ്റ് മുണ്ട് രണ്ടെണ്ണം ഉണ്ടാവില്ലേ, അടിയിലേക്ക് ഇങ്ങനെ ചുറ്റുന്നതും നമ്മൾ മേലേക്ക് ഇടുന്നതും രണ്ടെണ്ണം ഉണ്ടാവില്ലേ. അപ്പോൾ അതിലത്തെ ഒരെണ്ണമാണ് ഞാൻ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത് കൊളാക്കിയത്. ഇതിൽ റെഡാണ് പെയിൻറ്റ് ചെയ്ത് കൊളാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും അത് പെയിൻറ്റിങ് മറച്ചിട്ട് അമ്മ എന്തൊക്കെയോ ഇങ്ങനെ ഫ്ലീറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നീലുവിൻ്റെ മുടി ഒരു സൈഡേ പിരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അമ്മ ഇത് മറ്റേ ഞെറിയൊക്കെ എടുത്ത് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, എൻ്റെ ഉണ്ണീതേ സുന്ദരി ആയിട്ടുണ്ട്. താഴ്ത്തിക്കൊന്ന് കാണിച്ചേ. താഴ്ത്തിക്ക് വണ്ടർഫുള്ളാണ്. അതെ, അപ്പോൾ നമുക്ക് പോവാം മേലേക്ക്. പിന്നെ ഞങ്ങൾ വേഗം തട്ടുമുകളിലേക്ക് പോയിട്ടോ. അവിടെയാണെങ്കിൽ ഒരു 4:30 സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല സൂര്യൻ്റെ വെളിച്ചമുണ്ടാവും. ഓവറായിട്ടല്ല, എന്നാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഫോണിൽ കിട്ടുന്ന രീതിയിലുള്ള നല്ല ലൈറ്റ് ഉണ്ടാവും കേട്ടോ, നല്ല വൃത്തിയുള്ള ലൈറ്റായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് അവളെ കൊണ്ടിരുത്തി. താഴെ നിങ്ങൾ കാണുമ്പോൾ അത് പൂപ്പലാണെന്ന് വിചാരിക്കും. അത് പൂപ്പലും പായലൊന്നുമല്ല. അതിവിടെ മേലെ എന്തോ ചെയ്തപ്പോൾ, ലൈക്ക് വീടുപണിയുടെ സമയത്ത് എന്തോ ചെയ്തപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള പാടുകളാണ് കേട്ടോ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ പാടുകളായി. ഇത് പൂപ്പലും പായലല്ല. പിന്നെ അവിടെ ഇരുന്നുകൊണ്ടും കുഴപ്പമില്ല, അതുമൊന്നും ഒന്നും ആവില്ല. ഫുൾ ഡ്രൈ ആണത്, പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിലത്തിരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായാലും എനിക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ നീലുവിൻ്റെ വക അവിടെ സ്വന്തമായിട്ട് അവൾ വീഡിയോ എടുത്തു, പക്ഷെ അവൾക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് ഈ നടന്നു വരുന്നത്. അമ്മ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നതാണ്. എനിക്ക് പോകാൻ പറ്റിയിട്ട് മടിയായി, അതുകൊണ്ട് ഞാൻ പോയില്ല. പോകാമൊരു എന്താ അത് പാടും ഓക്കെ അതെ. നമുക്ക് ലൈക്ക് നമ്മളെ മുട്ടുമെത്ത പിഗ്മെൻറ്റേഷനൊക്കെ പോകുന്നത്, മുട്ടുമെത്ത മാത്രമല്ല അണ്ടർ ആംസ് പിഗ്മെൻറ്റേഷനൊക്കെ പോകുന്ന ഒരു സാധനമാണ്. യെസ്, എനിക്ക് തോന്നി. കണ്ട കാർമസൈഡിയാണ്. അപ്പം നമുക്കിത് എത്രയും കൂടി ദിവസം നമ്മൾ യൂസ് ചെയ്യണം. 20-21 ദിവസം നമ്മളിത്
കണ്ടിന്യൂസ് ആയിട്ട് ട്വൈസ് എ ഡേ യൂസ് ചെയ്താൽ ഓക്കെ ട്വൈസ് എ ഡേ യൂസ് ചെയ്താൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ അതുപോലെ മുട്ടുമെത്ത് എൽബോസ് സത്യം എൽബോസ് ഇവിടെ ഇല്ല തോന്നുന്നു അണ്ടർ ആംസിൻ്റെ പിഗ്മെൻറ്റേഷൻ പോകാനുള്ളത് അവരുടെ ന്യൂലി ലോഞ്ച്ഡ് ആണ്. രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി കുളിച്ചിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് 20 ദിവസം നമുക്കിത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഭയമായി. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് റിവ്യൂ സൂൺ പറയാം. സെറ്റ്. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഗ്ലോ റിവൈവ് ഡിയോഡ്രൻ്റ് എന്നാണ് പേര്. കൺമഷിയുടെ ഇത് പിഗ്മെൻറ്റേഷൻ മാത്രമല്ല ഗ്ലോ ആക്കും. ഞാനത് പറയാൻ മറന്നു. ആ പേര് പോലെ തന്നെ ഗ്ലോ റിവൈവ് ഡിയോഡ്രൻറ്റ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കൊണ്ടു നടക്കട്ടെ. തലവേദന എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിനി ചെടികൾ നനയ്ക്കാണ്ട്. അപ്പോൾ ഞാനിതെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കട്ടെ, എന്നാലാണ് എനിക്ക് ഉപയോഗിക്കാൻ ഓർമ്മ വരുള്ളൂ. അപ്പം ഞാൻ നനയ്ക്കട്ടെ കേട്ടോ. ഞാൻ അങ്ങനെ ഇതേ നനയ്ക്കാനൊക്കെ തുടങ്ങി. ആ പൈപ്പ് ഭയങ്കര ഇറിറ്റേഷനാണ്. അതിങ്ങനെ ഒരു സൈഡ് വരെ നമ്മൾ നീങ്ങി വരുമ്പോഴേക്കും ആ പൈപ്പ് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പോൾ വെള്ളം വരില്ല. അപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയിട്ട് ശരിയാക്കണം. അങ്ങനെ കുറച്ച് ഇറിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഉള്ള ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് എന്നോട് അമ്മ കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ കടയിൽ പോവാണ്. നടക്കാം. എൻ്റെ കയ്യിൽ 40 രൂപയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 35 രൂപയ്ക്കുള്ള ഫോർഷീറ്റ് വാങ്ങാം. ബാക്കി ചമ്മിപ്പോയി. അവിടെ ഫോർഷീറ്റ് ഇല്ല. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താലേ വരുള്ളൂ. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ മടിയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വരാം. മൈസൂർ പാക്ക് കിട്ടി, 2 വാങ്ങി. ഗൈസ്, നമുക്ക് ഈ ഒരു ചിപ്സ് കഴിക്കാം. ഇത് കാണുമ്പോൾ ഈ ഡപ്പം നിറയെ ഉണ്ടാകുന്നു വിചാരിക്കരുത്, കുറച്ചുണ്ടാകുന്നുള്ളൂ. ഇവിടെ എന്തോ ഒരു പേര് പറയും, ഞാൻ മറന്നു. കായനുറുക്കാന്ന് തോന്നുന്നു. ഞാൻ ഈ നുറുക്കെടുത്ത് വരുമ്പോഴേക്കും ഇവറ്റകൾ 3 കളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ അവർ കളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളിത് ലഡു തിന്നുന്നുണ്ട്. നെർസ് ലഡു ലെഫ്റ്റ് കയ്യിൽ റൈറ്റ് കയ്യിൽ എൻ്റെ ഈ നുറുക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് ആകുമ്പോഴേക്കും അമ്മ ഞങ്ങൾക്ക് സെർലാക്ക് ഉണ്ടാക്കി തന്നു ഗൈസ്. എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല ഇതിൻ്റെ ടേസ്റ്റ്. നെർസിനും നീലൂണ് തീരെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാനാണെങ്കിൽ ഉണ്ണികളാണെങ്കിൽ അവർക്ക് കുറേ ഉള്ള പാത്രം നോക്കിയിട്ട് 2 എടുത്തു. അവർക്ക് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും കൂടുതലുള്ളതല്ലേ ആദ്യം എടുക്കുക. ഞാനാണെങ്കിൽ ഏറ്റവും കുറവുള്ള എനിക്ക് കിട്ടി. അതുകൊണ്ട് എൻ്റെ വേഗം കഴിച്ചു തീർന്നു. നെർസ് നീലുവാണെങ്കിൽ പെട്ടു. നെർസിൻ്റെ എക്സ്പ്രഷൻസൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് ഈ സെർലാക്കൊക്കെ കഴിക്കണമെന്ന്. സംഭവം ഭയങ്കര പ്രോട്ടീനുള്ള സംഭവമാണല്ലോ, അതുകൊണ്ടായിരിക്കണം അമ്മ അത് വാങ്ങിയിട്ട് വന്നത്. ഞാൻ പെട്ടെന്ന് സെർലാക്ക് അടുക്കളയിൽ ഇരിക്കണപ്പോൾ ഇവിടെ ഏതാ ഉണ്ണിയുള്ളത് എന്ന് പെട്ടെന്ന് ആലോചിക്കും. കുഞ്ഞുണ്ണികൾക്കല്ല നമ്മളിത് കൊടുക്കുക. അവരിങ്ങനെ കല്ലുമ്മൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കൊടുക്കുകയല്ലേ ചെയ്യാം. അപ്പം ഞാനൊന്ന് സ്ട്രൈക്കായി. പിന്നെയാണ് ഓർത്ത് ഞങ്ങളല്ലേ ഇവിടുത്തെ 3 പൊന്നമ്മനകൾ, ഞങ്ങൾക്ക് തന്നെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഭീകര ബുദ്ധിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചധികം തന്നെ ചിരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നെർസിൻ്റെ ഓരോ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ടാണ്. അവൾ ചോക്കോസ് പൊട്ടിച്ചിട്ടായി കിട്ടും. എന്നിട്ട് അമ്മ അവിടുന്ന് എന്തോ ഉറക്കെ പറഞ്ഞപ്പോഴേക്കും വേഗം നെർസ് സ്ഥലം വിട്ടു. കാരണം അവിടെ നിന്ന് ശരിയാവില്ല, മനസ്സിലായി. അപ്പം ഇത്രയായിരുന്നു സെർലാക്ക് പരിപാടികൾ. പറ്റുമായിരിക്കും, നോക്കാം. അപ്പൊ ഗൈസ്, നമ്മളിത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്തു. ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ പറയണ്ടായിരുന്നു പുറത്ത് പോകണമെന്ന്, പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ നമ്മൾ പകരം ഗുരുവായൂർ പോവാണ്. 2 പേര് 2 ഡ്രസ്സാണ്. ഋതുവും കൂടെ ഉണ്ട്. അവള് റെഡി ആയിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പൊ വന്നിട്ടില്ല അവള്. ഞാൻ അമ്മയുടെ ഒരു കുർത്തയാണ്, അത് ഞാൻ ഷേപ്പ് ചെയ്തിട്ടു. അമ്മ വന്ന അമ്മയോട് നോക്കിട്ടെ. അമ്മ ഈ ഒരു കാര്യം അമ്മ ഇതാണ് ഷോൾ. ഈ ഡ്രസ്സിന്റെ തപ്പിട്ട് കിട്ടിയില്ല. അപ്പൊ കിട്ടിയ ഷോൾ എടുത്തിട്ടിട്ട് പോന്നേക്കാണ്. ഇനി വേറെ മാച്ചിങ് ആണ്. ഓക്കെ, നമുക്കിനി പോവാം. ഞാൻ ആദ്യമായിട്ട് ഫോണായിട്ട് ആദ്യം അമ്പലത്തിൽ പോകുന്നത് ഗുരുവായൂർക്കാണ് ഗൈസ്. നമുക്ക് ഋതുവിനെ പോയി പിക്ക് ചെയ്യാം. നീ പോയി പിക്ക് ചെയ്തോളെ, ഞാൻ ഗേറ്റ് തുറക്കട്ടെ.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുറത്ത് പോകാനൊക്കെ വെച്ചാൽ ഇറ്റ് ഈസ് സംതിങ് വെരി നൈസ്. അവള് പട്ടുപാവടയാന്ന് തോന്നുന്നു ഇടുന്നു, അല്ലെങ്കിൽ ഒരു പിങ്കുടുപ്പാവും. വണ്ടിയിൽ കയറി ഋതു ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. അവള് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവള് കുളിച്ച് സോപ്പ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നമ്മളെടുത്ത് പോണില്ല, അവിടേക്ക് ഇറക്കി ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് ഗുരുവായൂർ എത്താനായി. നമ്മളൊരു 7:30 കഴിഞ്ഞപ്പോൾ എന്തോ ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ അറിയാലോ, തിരക്കുണ്ടായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ഇല്ല, സാറ്റർഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പം അങ്ങനത്തെ ദിവസങ്ങളൊന്നും നോക്കാറൊന്നുമില്ല വെക്കേഷൻ ആയതുകൊണ്ട്. ഇവിടെ നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്ക് തോന്നി. പക്ഷെ അങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ വേറെ കുറേ നാട്ടിൽ നിന്നുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് വന്നാൽ തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്നും പിന്നെ തെലുങ്കോ കന്നഡയൊക്കെ കുറേ പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവരെ വർത്താനം കേട്ട് നമുക്കറിയില്ലേ തമിഴല്ലാന്ന്. അപ്പോൾ നമ്മളവിടെ കയറി. ഞാൻ ഈ പൗച്ച് എന്തിനാ എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ വെക്കാനാണ്. അമ്മയുടെ ഫോൺ എടുത്തില്ല കേട്ടോ. കാരണം ഇത് വെക്കുമ്പോൾ വെറുതെ ഫോണായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും പൗച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അമ്മയ്ക്കുള്ള പൗച്ച് എടുക്കാൻ മറന്നു. അമ്മയുടെ ആണെങ്കിൽ ഈ പൗച്ചിൽ കൊള്ളൂല്ല, എൻ്റെ മാത്രമേ കൊള്ളുള്ളൂ. അപ്പം ഞാനത് ഇവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ കൊടുക്കണമല്ലോ, നല്ല അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. അകത്ത് സൈഡിൽ ചില കടകളൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗുരുവായൂർ വരുന്നവർക്ക് അറിയാമല്ലോ, ചുറ്റും കടകൾ തന്നെയാണ്. പിന്നെന്താ, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ എനിക്ക് ആനയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. എനിക്ക് എന്താ അറിയില്ല, ഇപ്പോൾ അടുത്താണ് ഇത്രയും പേടിയായി തുടങ്ങിയത്. 2 ആനേനെ കയറ്റിയിട്ടോ അവിടേക്ക്. അപ്പോൾ അന്ന് ശീവേലി ഉണ്ടായിരുന്നു. 3 ആനയുടെ ശീവേലിയായിരുന്നു. ഒരു ആനയും കൂടെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും ഒരു ആനേനും കൂടെ കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 3 ആനേനെ വെച്ച് ശീവേലിയായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല, തുടങ്ങാൻ കുറച്ച് ലേറ്റായി തോന്നുന്നു. ഞങ്ങൾ ഒരു 9:15 വരെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി ലേറ്റ് ആവുന്നുണ്ടല്ലോ വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഉള്ളിലൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ ഒരു ആന ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിനെ ശീവേലിക്ക് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രസാദം കൗണ്ടറിൽ എന്തിനാണ് പോയെന്ന് വെച്ചാൽ അവിടെ കളഭം വാങ്ങാനാണ്. ഗുരുവായൂരിൽ നിന്നുള്ള കളഭം വാങ്ങാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പാക്കറ്റിൻ്റെ രീതി വ്യത്യാസം ഉണ്ടെങ്കിലും കളഭം സാധനം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഇതിൻ്റെ കുഴപ്പം ഭയങ്കര ഒരു ഓറഞ്ച് കളറായിട്ട് വരുന്നുണ്ട്. ആദ്യം എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് കളറായിരുന്നു കുറച്ചുകൂടെ, ഇപ്പം നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് പുതിയ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് ഉണ്ടായിരുന്നു. ഇന്ന് കുറേ ഡാൻസ് കളിക്കാൻ വേണ്ടി കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടോ തോന്നുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അരങ്ങേറ്റമാവാൻ ചാൻസ് ഇല്ല, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ക്ലാസിക്കൽ ഡാൻസിന് പഠിച്ചിട്ട് നോ ഐഡിയ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നെസ്കഫേയിൽ പോയി കേട്ടോ. അവിടെ ഇടയ്ക്ക് പോകാറുള്ളതാണ്. അവിടുന്ന് കോൾഡ് കോഫിയാണ് എല്ലാ പ്രാവശ്യവും വാങ്ങാറുള്ളത്. സോ ഇപ്രാവശ്യം ഞാനും നീലും ഇവിടുന്ന് കുടിക്കാറില്ല. നെർസും അമ്മയും ഋതുവും വാങ്ങി കുടിച്ചു. സാധാ കോഫിയാണ് കേട്ടോ. ഋതുവിന് നല്ല ചൂടുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് അവൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു ഗ്ലാസ് ഒന്നുകൂടെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനൊരു കടയുള്ള കാര്യം ഞാൻ അറിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ റീൽ കണ്ടിട്ടാണ് കേട്ടോ. ഈ വഴിക്ക് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ റീൽ കണ്ടിട്ടായിരുന്നു നമ്മൾ അറിഞ്ഞത്. പക്ഷെ അതിന് മുന്നേ നെർസും അമ്മയും കൂടെ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര സ്വസ്ഥമായിട്ട് നമുക്ക് നടക്കാം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാംസ്. 2 ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും ഒരുവിധം കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കടയിൽ കയറി കേട്ടോ. എന്തെങ്കിലുമൊക്കെ അമ്മ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു ഹാർട്ടിൻ്റെ ക്ലിപ്പ്, കുഞ്ഞിതല്ല കുറച്ച് വലുതാണ്, ആ ഒരു ഹാർട്ടിൻ്റെ ക്ലിപ്പ് എടുത്തു. പിന്നെ കമ്മലിൻ്റെ അവിടെ പോയപ്പോൾ ഫുൾ മയിൽപ്പീലിയുടെ കമ്മൽ, എന്താണാവോ ഫുൾ മയിൽപ്പീലിയുടെ കമ്മലുകളാണ്, ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ആ സൈഡിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഒരു റിങ്ങിൻ്റെ കമ്മൽ കണ്ടത്. എനിക്കിങ്ങനത്തെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് എടുത്തു ഒരെണ്ണം, ഒരു ബ്ലാക്ക് ആയിരുന്നു. പിന്നെ നീലും നഴ്സ് ഇവിടെ വാളുകൊണ്ടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു, അത് എടുത്തില്ല. നമ്മൾ ഗുരുവായൂർ ഫുള്ള് കറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓരോരുത്തരും എന്തൊക്കെ വാങ്ങി കാണിച്ചു കൊടുക്കും. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്ലിപ്പും ഒരു കൊട്ടക്കമ്മലും വാങ്ങി. ഞാൻ ഈ ക്ലേ വാങ്ങിയത്. കമ്മല് കണ്ടാൽ കമ്മല് പ്രാന്തിച്ച്. എന്തമ്മ ഞാനൊന്നുമില്ല ഗൈസ്. കമ്മല് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. 120 രൂപ ഉണ്ട്. ഭയങ്കര കത്തിട്ടാ. 120 രൂപയ്ക്കുള്ളതില്ല. പിന്നെ ഞാൻ അതിന് തന്നെ വേറെ നോക്കിയപ്പോൾ അത് കളറൊക്കെ പോയതാ. ഏതെങ്കിലും കയറിയ സ്ഥിതിക്ക് അത് എടുക്കാൻ വിചാരിച്ചെടുത്തു. ഗൈസ് ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ. നീല് മിക്ക സമയത്ത് അങ്ങനെ അവളൊന്നും വാങ്ങാറില്ല. നന്മ
നമ്മൾ വരുന്ന വഴിക്ക് ആദ്യം ഞാൻ ഒരു കടയിൽ പോയില്ലേ, ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കട തന്നെയാണ്. അവിടുന്ന് ഒരു 4 ലേസും വാങ്ങി. പിന്നെ എന്തൊക്കെയോ അമ്മയ്ക്ക് വാങ്ങാനുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഉരുളൻകിഴങ്ങോ സബോളയോ എന്തൊക്കെയോ അല്ലറ ചില്ലറ അതും കൂടെ വാങ്ങിയിട്ട് ഞാനാണ് ഇറങ്ങി വാങ്ങിയത്. അവർക്ക് കാറിലിരിക്കുക തന്നെയായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ A4 ഷീറ്റ് വാങ്ങിയത് കേട്ടോ. ഞാൻ വൈകുന്നേരം ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇപ്പോൾ A4 ഷീറ്റ് വാങ്ങി. അപ്പോൾ ഗൈസ് നമ്മളിത് വീട്ടിലെത്തി. കുറച്ച് നേരം വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി കൈയും കാലൊക്കെ നന്നായിട്ട് കഴുകി. ഇനി നമുക്ക് അൺബോക്സിങ് വീഡിയോ ആവാം. അൺബോക്സിംഗ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഞാൻ വള വാങ്ങാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ ഉണ്ടല്ലോ കമ്മലുണ്ടപ്പോൾ ഞാൻ വള വാങ്ങണ കാര്യം മറന്നു. അതുണ്ടായത് ഫസ്റ്റ്. ഇത് നോർമലായിട്ട് എല്ലായിടത്തും കാണുന്ന കമ്മലാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ട്. സെയിം ആണോ എൻ്റെ കയ്യിലുള്ളത്? അത് ഇങ്ങനത്തെ ഇല്ല. ഇങ്ങനത്തെ ഇവിടെ ഇതുള്ളതില്ല തോന്നുന്നു. അല്ല, അടിയില് ഇങ്ങനെ ഉള്ളതില്ല. എന്തായാലും സെയിം അല്ല ഉള്ളത്. ഇതുപോലത്തെ റിങ് കമ്മൽ എനിക്ക് ഇഷ്ടമാണ്. ഇതിലേക്ക് നല്ല വൃത്തികേടുണ്ടാവില്ലേ? ഓക്കെ, അപ്പം അതാണ്. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുത്താറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ തലയിൽ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഇങ്ങനെ ആ ഹാർട്ട് ഷേപ്പ് കാണാം. ഞാൻ ആദ്യം വൈറ്റ് എടുത്തു. പക്ഷേ വൈറ്റ് എടുത്തപ്പോൾ അതിൻ്റെ തീരെ ഇങ്ങനെ അടയ്ക്കാൻ തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് വേഗം എന്തായാലും പൊട്ടാനുള്ളതാണെന്ന് അറിയാം. ഇനി 20 rupees ഫോർ ദിസ് ക്ലിപ്പ് ആൻഡ് 120 ഫോർ ദിസ് കമ്മൽ. ഇനി വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാം. ഋതു ഇവിടെ റീൽസ് അല്ല ഷോർട്സിൽ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഇങ്ങനെ തലയൊക്കെ ആട്ടിയിട്ട്. നഴ്സ് അവിടെ കിട്ടിയ ക്ലേ ആണ് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ഓരോന്ന് ഉണ്ടാക്കി കളിക്കുമായിരുന്നു കേട്ടോ. ആദ്യത്തെ 2 ദിവസം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്തായാലും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ.